മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത എന്ന ചിത്രത്തിലെ നിലയ്ക്കാത്ത ചിരിമുഹൂർത്തങ്ങളുടെ രസച്ചരടു പൊട്ടാത്ത അവതരണം. ജയറാം, ജഗതി, ഇന്നസെന്റ്, ഇന്ദ്രൻസ്. സൂപ്പർ ഹിറ്റ് കോമഡി. ഒടുക്കത്ത വെള്ളം കുടി. ഇവൻ നേരെ വെളുക്കുന്നത് ഒരു പൈപ്പ് തുറന്നു വെച്ചു. ഇന്നിനകത്ത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി ഇങ്ങനെ വേണം വെച്ച് നടക്കാതെ ഒരു സ്ഥലത്ത് അടങ്ങി കിടന്നൂടെ? ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോളൂ. ഈ പാവ ശിവൻകുട്ടിയുടെ നേരെ മായയുടെ മനസ്സ് എന്നും ഉറങ്ങിക്കിടന്നിട്ടേ ഉള്ളൂ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് മാപ്പ് പറയാൻ പോലും സമ്മതിക്കാതെ മായ എന്നിൽ നിന്നും മുഖം തിരിച്ചു നടന്നു. മരണം മുന്നിൽ കാണുന്ന ഈ പാവത്തിനെ മായ തെറ്റിദ്ധരിച്ചു. സാരമില്ല. കൊളസ്ട്രോൾ നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിക്കാൻ ചെമ്പരത്തിപ്പൂ പോലെ ഹൃദയമുള്ള ഒരു പെൺകുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വൈകാതെ മായക്കത് മനസ്സിലാവും. ഗുഡ് നൈറ്റ്. സോറി, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പൊ വെളുപ്പിനെ 4 മണി. എന്റെ അടുത്ത വെള്ളം കൂടി കൃത്യം 4:10 തുടങ്ങണം. ഉറങ്ങിക്കോളൂ. ഇതാരാ ഈ സമയത്ത് പൈപ്പ് തുറന്നിട്ടത്? പോട്ടെ, കൊളസ്ട്രോൾ മുഴുവനും പോട്ടെ. നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്. നമുക്ക് തട്ടിയെടുക്കാം. ചാടിക്കോ. എനിക്കിന്നും പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ ഈശ്വര. അവന്റെ ഒരു ഒടുക്കലത്ത വെള്ളം കൂടി തീരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്യ്. ഒരു കടലാസ് എടുത്ത് അതിൽ മുൻവശത്തെ വാതിൽ തുറക്കുന്ന ഒരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുട്ടി മായയുടെ മുറിയിലേക്ക് എറിയ. അവൾ വാതിൽ തുറക്കും. നമുക്ക് അതിലൂടെ കയറാം. അയ്യോ, വെള്ളം ദാഹിച്ചിട്ട് വയ്യ. ഇത് വെള്ളം കുടിക്കുന്ന നേരമാണ്. നമുക്ക് ഇതെന്താ ഹോട്ട് വാട്ടറോ? ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം. ഈ വെള്ളം എന്താ ഇങ്ങനെ? പാപ്പ, മോനെ ആൽഫ്രഡേ, മോൻ ബഹളം വെക്കാതെ വിടുന്നില്ലേ? ബാപ്പു പോയി പാവക്കുട്ടി എടുത്തിട്ട് വരാം. ഉമ്മ. ഞാൻ ഇനി മുൻവശത്തെ വാതിൽ തുറക്ക്. ഞാനിതാ കാത്തിരിക്കുന്നു. മോളെ, മോളെ, എന്താ? ദേ കത്ത് വന്നിട്ടുണ്ട്. വാതിൽ തുറന്നു കൊടുക്കാൻ. അകത്തേക്ക് വന്നോളാം. എന്താ? സത്യം പറ തെറ്റ്. വാതിൽ തുറന്നു കൊടുക്കാൻ. അല്ലെങ്കിൽ വേണ്ട, അവനെ കൊന്നത്തില്ല, നിന്നെ കൊല്ലാം. നീ ആരടി? ഇത്തിരി മൂത്ത പോയെന്ന് വെച്ച് എനിക്കെന്തായാലും കുറവ്. എന്തായി? 4-5 കടലാസ് എല്ലാ മുറിയിലും പറത്തിയിട്ടുണ്ട്. ചാച്ചിയുടെ മുറി അതാണെന്ന് ഒരു പിടിയില്ല. കഷ്ടമായില്ല. കിട്ടിയോ? ഇല്ലെന്ന്. വാതിലൊന്നും തുറന്നു കിട്ടില്ല. ഏതാണ് ഒരു സ്ത്രീ? യക്ഷിയാണെന്ന് തോന്നുന്നത്. വല്ലാത്ത ശബ്ദം.
ഹായ്, നല്ല മുറി, നല്ല കിടക്കം. എനിക്ക് കിടക്കാം. എന്റെ വസുമതി. ആവശ്യത്തോടെ എവിടെ ഞാനില്ലേ? ഹായ്. ചേച്ചി, ചേച്ചി, ഈ ചേച്ചിയുടെ പേരെന്താ? ഇതാര്? മുത്തശ്ശൻ എന്നോട് വക്കീൽ ഇവിടെ ഉണ്ടോ നോക്കി വരാൻ പറഞ്ഞു. ഏത് വക്കീലിനെ? ചേട്ടന്റെ വക്കീലിനെ, മാനസേശ്വരി ഗുപ്തയെ. കിട്ടിയ ജൻസിന് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. മോളെവിടെ? ഇനി വന്നേ. എന്നിട്ട് ഡോക്ടർക്ക് അറിയോ, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കുറെ വിഡിത്തം പറച്ചിലും കുട്ടിക്കളിയും ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവ. അപ്പൊ മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറുതെ അല്ല. മാനസേശ്വരി, മാനസേശ്വരി, എന്താ പൂച്ച കലവടയ്ക്കെന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇക്കാര്യം ശിവൻകുട്ടി അറിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. കല്ല് വെട്ടാനുണ്ടോ? കല്ല്, അമ്മിക്കല്ല് വെട്ട. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കുറ്റം ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്. ഞാൻ എത്തി നോക്കി, പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ, അവിടെ ബോംബെന്ന് മായ വന്നു അറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനസേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തന്തയ്ക്ക് പിറന്നാണെന്നേ പറയും. എനിക്ക് രണ്ടാളെയും പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായാജാലവും വേണ്ട. പാവക്കുട്ടി വേണ്ട നോക്കാൻ പറ്റോ? പാവക്കുട്ടിയോ? എവിടെ പോയി? അപ്പൊ മായ എവിടെ പോയി കളിയാ? എവിടെ പോയിന്നല്ലേ ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്. മായ മാത്രമല്ല, ശിവൻകുട്ടിയും കാണാനില്ലേ? അവൻ ഈ നേരത്തെ എവിടെ പോയി? അവൻ പോയടാ നാരായണൻകുട്ടി, അവൻ പോയി. അവളെ കൊണ്ട് പോയി. കത്തെഴുതി വെച്ചിരിക്കുന്നു. മംഗലം വീട്ടിലെ മഹാമനസ്കരെ, എന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തോടൊപ്പം ഞാനെന്ന ശിവൻകുട്ടി ഇതാ ഒരു മായാലോകത്തേക്ക് പറക്കുന്നു. ഇത്രയും കാലം എനിക്ക് കിട്ടാതിരുന്ന 10 മാറ്റുള്ള സ്ത്രീ ഹൃദയം ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും ഇതിൽ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഓമനപുത്രൻ ശിവൻകുട്ടിക്ക് ഒരു മായാദേവിയുടെ സ്വർഗരാജ്യം വീണ് കിട്ടിയിരിക്കുന്നു. അവളുടെ സമ്പത്തും ഐശ്വര്യവും സ്നേഹവും എല്ലാം ഇനി എനിക്കാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഗുഡ് ലക്ക്. എടാ ശിവൻകുട്ടി, നീ പോയത് പിന്നെ സഹിക്കാം. നീ എടുത്തോണ്ട് പോയത് എന്താണെന്ന് ഓർക്കുമ്പോ എന്റെ തല കറങ്ങുന്നടാ. അവര് തമ്മിൽ ശരിക്കും സ്നേഹമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലത്. മായേ, മായ മോളെ, ശിവൻകുട്ടി. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നാരായണൻകുട്ടി. എവിടാ ഇപ്പൊ ഒന്ന് തിരയുക? ഇപ്പൊ മനസ്സിലായ? ഇന്നലെ രാത്രി കിട്ടിയ ഈ മേഘ സന്ദേശം ആ കള്ളൻ എഴുതിയതാ. മുൻവശത്തെ വാതിൽ തുറക്കാൻ അവൻ കാത്തിരിക്കുന്നു. ഞാൻ ഈ പാവത്തിനെ വെറുതെ സംശയിച്ച് തല്ലി ചേട്ടാ. ഞാനും ആ വിശാലത്തിനെ വെറുതെ ചവിട്ടി. ശിവൻകുട്ടി കിടക്കുന്നില്ലേ? ഓ, എന്റെ കാര്യം പോക്കാ ഡോക്ടർ. ഒരു മനസമാധാനവും ഇല്ല. മനസമാധാനം കിട്ടാൻ ഒരുപാട് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ ഒക്കെ ഒഴുകി പോകുമെന്ന് വൈദ്യര് പറഞ്ഞു. നേരാണോ ഡോക്ടർ? നേരാ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, രാത്രിയിൽ ഒരുപാട് തവണ മുള്ളാൻ എണീക്കണം. അതാ കഷ്ടം. ഉറക്കവും വരികയല്ല. ഞാനൊന്ന് മുള്ളി വെച്ചും പറയാം. തോന്നുന്നു അവന്റെ ഒരു ഊട്ട് കത്തപ്പെടുക്കല്. സാറേ, പാല് റെഡി. ഉണർത്തി കൊടുക്കണോ അതോ ഉണർന്നിട്ട് കൊടുത്താ മതിയോ? നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ആ സാധനം അവിടെ വെക്കടാ.
ഇത് ഞാൻ ചോദിച്ചിട്ട് നേരം കുറയായില്ലേ? ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു തരാം. ഞാൻ എന്താ പശുവോ? സാർ എങ്ങനെയും കുഞ്ഞിനെ ചേച്ചിയുടെ അടുത്ത് എത്തിക്ക്. ഇത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചേച്ചിയുടെ കയ്യിലെ ഇതിനേക്കാളും നല്ല ബെസ്റ്റ് കുപ്പിയുണ്ട്. കുഞ്ഞിന് അതാ വേണ്ടത്. നീ വാ.